എന്താ വെച്ചാല് ഞാൻ പൊടിഞ്ഞ പുട്ട് കഴിക്കൂല. ആ ചെറുപ്പത്തിലുള്ള ശീല. പൈസ അറിയാലോ. അതെ അതെ, ഇവരുടെ നാട്ടിലൊക്കെ നേരിട്ട് അണ്ണാക്കിലേക്ക് പുട്ടും കുറ്റിയും തള്ളി കൊടുക്കാറാണ് പതിവ്. അതാണ്. വലിയ വർത്താനം പറയരുത്. ഇതിപ്പോ എന്തായാലും നമ്മൾ പൊടിച്ചിട്ടല്ലേ കഴിക്കുന്നത്. അയച്ചിട്ട് മോനെ നമ്മൾ ചോറ് എങ്ങനെ കഴിക്കല്ലേ? കുഴച്ചിട്ടല്ലേ? സപ്ലയർ കുഴച്ചുകൊണ്ട് തരലാണോ? ഈ എന്താ ഫോൺ എടുക്കാതെ? എത്ര നേരം എന്നെ വിളിക്കുന്നത്? ഹാരിസ്ക, അത് ഫോൺ ഞാൻ ഹോസ്റ്റലിൽ വെച്ച് മറന്നുപോയി. എന്ത് പറ്റി? എന്താ അവിടെ? ഞാൻ ഒന്ന് പുറത്തു പോയി വെച്ചിട്ടാ. അത് ഹാരിസ്ക, നമ്മളെല്ലാവരും ഇപ്പൊ ഒന്ന് പുറത്തു പോകാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ല. ഏത് നമ്മള്? ഞങ്ങളൊക്കെ. എടോ, തന്റെ കെട്ടിലങ്ങാടിയല്ല, ഡൽഹിയാണ്. 6ാമത്തെ നാടാണ്. കാര്യവീടുള്ള ഒരാൾ കൂടെ വേണം. എന്നാലേ ഇവരുടെ കൂടെ ഒറ്റക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. അയ്യോ, അതെങ്ങനെയാ ഹാരിസ്ക? നമ്മളെല്ലാരും കുറെ പേരുണ്ട്, അതിന്റെ കൂടെ ഹാരിസ്ക എങ്ങനെയാപ്പോ? അല്ല, ഞാൻ വരാം. എന്തായാലും ഒറ്റക്ക് വരെ ഇവിടെ പോകണ്ട. അതിനെന്താണ് പൈസ? ഹാരിസ്ക്ക് കൂടാന്നോട്ടെ. അല്ല ഹാരിസ്ക, ഇജ്ജ് വന്നേ. അല്ല അമ്മലെ, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഷോപ്പിംഗ് ചെയ്യാനാണോ അതോ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനാണോ തീരുമാനിച്ചത്? ആദ്യം പറഞ്ഞാൽ മതി. അതെ അല്ലേ, അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഷോപ്പ് ചെയ്യാം അല്ലേ? ഇജ്ജ് വന്ന് വെറുതെ വർത്താനം പറഞ്ഞു വിട്ടൂട്. നടന്നോ? ചലോ ചലോ. ഏതാ എന്റെ പോലത്തെ? എന്താ ഹാരിസ്ക, വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഉണ്ടോന്നോ? ഞാൻ വേണേ ബാക്കിലിരിക്കാം ഹാരിസ്ക. വെയിറ്റ് ഇല്ലാന്നേ, വെറുതെ ഒരു പഞ്ഞിക്കലെടുത്ത് മടിയിലെച്ചായിരുന്നു. എന്ന് കഴിക്കില്ലടാ. അത് പറഞ്ഞപ്പോളാ എല്ലാരോടും കൂടിയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് നമ്മൾ എന്ത് കഴിക്കണം, എവിടെ നിന്ന് കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ സ്വന്തം ഹാരിസ്ക്ക് ഉള്ളതാണ്. അതിൽ ആരും ഇടപെടണ്ട. അത് ഞാൻ അനുവദിക്കുന്നതല്ല. എന്താ ഹാരിസ്ക? അല്ല, ഹാരിസ്കയുടെ അത്ര ഡൽഹി ഞങ്ങൾക്ക് വലിയ പരിചയമില്ലാത്തോണ്ടാട്ടോ. എനിക്കറിയാലോ, മാത്രല്ല നിങ്ങളങ്ങനെ പുറത്തു പോലില്ലല്ലോ. നമ്മളുണ്ടാവാ. ഞങ്ങൾ ഇടയ്ക്ക് എപ്പോഴും പോകാറുണ്ട് ഇങ്ങനെ. ഹാരിസ്ക ആദ്യമായിട്ടൊന്ന് മാത്രം. പൈസ കയറാൻ പറ്റില്ലാവില്ലല്ലോ അല്ലേ? പൈസ ഇല്ലാണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോവോ? എന്താ ഒന്നും അറിയാത്ത പോലെ. കിടക്കല്ലേ, അവിടെ ഇരിക്കണ കള്ള. वैसे ऐसा भी हो सकता है. खाना एक्सक्यूज मी जी, ഈ പുട്ടൊക്കെ പൊടിഞ്ഞാണല്ലോ. എനിക്ക് പൊടിയാത്ത പുട്ട്. പുട്ട് പൊടിഞ്ച് ഹോത്താ ഹൈ. അതായത് അണ്ണാച്ചി അല്ല പറഞ്ഞോടത്ത് ये टूटा है, इनको टूटा नहीं चाहिए. ഞാൻ തുടങ്ങണേ. പുട്ട് ഓക്കെ. എന്താ വെച്ചാല് ഞാൻ പൊടിഞ്ഞ പുട്ട് കഴിക്കൂല. ആ ചെറുപ്പത്തിലുള്ള ശീല. പൈസ അറിയാലോ. അതെ അതെ, ഇവരുടെ നാട്ടിലൊക്കെ നേരിട്ട് അണ്ണാക്കിലേക്ക് പുട്ടും കുറ്റിയും തള്ളി കൊടുക്കാറാണ് പതിവ്. അതാണ്. വലിയ വർത്താനം പറയരുത്. ഇതിപ്പോ എന്തായാലും നമ്മൾ പൊടിച്ചിട്ടല്ലേ കഴിക്കുന്നത്. അയച്ചിട്ട് മോനെ നമ്മൾ ചോറ് എങ്ങനെ കഴിക്കല്ലേ? കുഴച്ചിട്ടല്ലേ? സപ്ലയർ കുഴച്ചുകൊണ്ട് തരലാണോ? അത് ശരിയാ. അല്ല, ഞാൻ എന്നോട് സംസാരിക്കാൻ തരില്ലേ? ഈ പുട്ട് കഴിച്ചിട്ട് പൊയ്ക്കോ. ഞാൻ പൊടിയാത്ത പുട്ട് എന്നാലേ കഴിക്കൂ. എന്താണ് പൈസ ഒക്കെ കൊടുക്കണോ? അങ്ങനെ കൊടുത്തേക്ക്. പൈസ കുഴപ്പമില്ല. ഇടക്ക് പൊടിഞ്ഞും കഴിക്കാം. ഓരോ പുട്ടുകുറ്റിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. നമ്മൾ ഓരോ അടയ്ക്ക് അങ്ങനെ പറഞ്ഞുകൂടല്ലോ. എടാ ചിക്കനടെ അത് വല്ല വെച്ചുണ്ടല്ലോ.